അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് ഇൻഷിറാഹിൻ്റെ അവസാനത്തിലുള്ള 2 ആയത്ത് ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ് എന്നതാണ്. അപ്പോൾ ജബ്ബാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയണത്, ആദ്യകാലത്ത് മുഹമ്മദിന് രാത്രി നമസ്കരിക്കൽ തന്നെയായിരുന്നു പണി. പിന്നീട് നമസ്കാരം കുറേ വേണ്ടാന്ന് വെച്ചു എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അത് നസ്ഖ് ചെയ്യപ്പെട്ടു, റദ്ദ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമസ്കരിക്കണ്ടെന്ന് വെച്ചു എന്നുള്ള നിലക്കാണ് ജബ്ബാറിൻ്റെ പോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാലത്ത് എന്ന് മാത്രമല്ല അവസാന കാലത്തും രാത്രി പാതിരാ സമയങ്ങളിൽ ഖുർആൻ ദീർഘമായി ഓതിക്കൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് രാത്രി പാതിരാ നേരത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയുകയുള്ളൂ അതുവഴി അവർക്ക് കിട്ടുന്ന മാനസിക സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മാനസിക സംതൃപ്തി മാത്രമല്ല, ശാരീരികമായ ആരോഗ്യത്തിന് പോലും നല്ലൊരു രീതിയാണ് അത് എന്നതാണ് വസ്തുത. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ശീലിച്ചിട്ടുള്ള സംഗതിയുമല്ല. ലോകത്ത് വന്ന പ്രവാചകന്മാർ എല്ലാവരും തന്നെ ഈ രീതിയിൽ പാതിരാ നേരത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ തങ്ങളുടെ പരിദേവനങ്ങളും തങ്ങളുടെ പ്രയാസങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പരിഹാരവും തങ്ങളുടെ പാപമോചനവും ഒക്കെ തേടിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതേതോ രീതിയിൽ ഈ കാലഘട്ടത്തിൽ പോലും മറ്റ് മതസ്ഥരുമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മതസ്ഥർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ട്, ആ രീതിയിലാണ് അവർ പോകുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധിച്ച് ക്രൈസ്തവ യഹൂദ സമൂഹങ്ങളെ സംബന്ധിച്ച് നേർക്കുനേരെ തന്നെ പറഞ്ഞായിക്കാണ്. ലൈസു സവാ, അവരൊരിക്കലും തുല്യരല്ല. മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തും ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അല്ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്ന നല്ലൊരു പറ്റം ആളുകൾ വേദക്കാരിലുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തന്നെ തുടർച്ച എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് ആദ്യത്തിൽ എന്ന് പറഞ്ഞാൽ സൂറത്ത് അലക്കും, അതിന് ശേഷം മുദ്ദസിറും കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവതരിച്ചിട്ടുള്ള മുസമ്മിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. മുസമ്മിലിന് മാത്രമല്ല, സൂറത്ത് മുദ്ദസിറിലും കാണാവുന്നതാണ്. പക്ഷേ മുസമ്മിലതുപോലെ അത്ര വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. മുസമ്മിൽ ആ കാര്യം പറയുന്നത് രാത്രി കുറച്ച് നേരം ഉറങ്ങുകയും എന്നിട്ട് രാത്രിയുടെ 1/3 പകുതി, 2/1 അല്ലെങ്കിൽ പകുതി, അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ എന്തായിരുന്നാലും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ളൊരു നിർദ്ദേശവുമല്ല, നബിയുടെ കൂടെയുള്ള ആളുകൾക്ക് കൂടിയുള്ളൊരു നിർദ്ദേശമായിരുന്നു അത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും മുസ്ലിങ്ങൾ പാതിരാ നേരത്ത് എഴുന്നേറ്റിട്ട് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ദീർഘ രൂപത്തിലോ അല്ലെങ്കിൽ ഹ്രസ്വമായ രൂപത്തിലോ ഒക്കെ രാത്രി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജബ്ബാർ പറയുന്നതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നമസ്കാരത്തിന് ശേഷം, അതായത് ആദ്യകാലത്തെ ഈ നമസ്കാരത്തിന് ശേഷം പിന്നീട് അത് ഒഴിവാക്കി എന്നുള്ളതാണ് ജബ്ബാർ ഇത് കൊണ്ടുപോകുന്നത്. എന്ന് മാത്രമല്ല, ആദ്യകാലത്ത് ഇറങ്ങിയിട്ടുള്ള ഖുർആൻ അതിനെ സംബന്ധിച്ചാണ് പിന്നീട് ജബ്ബാർ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നത്. ആദ്യകാലത്ത് ഇറങ്ങിയ ഖുർആനിക വചനങ്ങൾ അത് പ്രാസഭംഗി വരുത്താൻ വേണ്ടി വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാനുണ്ടായിരുന്ന രീതി. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായിട്ട് അർത്ഥമൊന്നുമില്ല, മൊത്തത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട ആശയമൊന്നുമില്ല. ജബ്ബാർ പറയുന്നത് ലോകാവസാനം വരെ മനുഷ്യർക്കൊക്കെ ഉള്ള സന്മാർഗത്തിന് ഉതകുന്നൊരു ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുഹമ്മദിനോട് മാത്രം സംസാരിക്കുകയും മുഹമ്മദിൻ്റെ കാര്യം മാത്രമേ പറയുന്നൊരു അധ്യായമാണിത്. ഇതിൽ പൊതുവിൽ ആർക്കും വേറുള്ള ആളുകൾക്കൊന്നും ഒരു കാര്യമില്ല.
യഥാർത്ഥത്തിൽ ജബ്ബാറിന് ഭാഷാപരമായി ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ പറ്റി വലിയ പിടിപാടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഏതൊരു ഭാഷയിലും ആ ഭാഷയുടെ ആളുകൾ പ്രയോഗിക്കുന്ന ചില രീതികളുണ്ട്. ആ രീതിയിൽ നിന്ന് അറബി ഭാഷയും ഒരിക്കലും അന്യമല്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ ചിലപ്പോൾ ഒരു വ്യക്തിയോട് ചില സംഗതികൾ പറയും, പക്ഷെ ആ പറയുന്ന സംഗതി ആ വ്യക്തിയിൽ പരിമിതമായിരിക്കില്ല. ചില കാര്യങ്ങൾ അദ്ദേഹത്തിൽ പരിമിതമായിരിക്കാം, എന്നാൽ ആ പറയുന്ന എല്ലാ കാര്യവും വ്യക്തിയിൽ പരിമിതമായിരിക്കില്ല. അത് അദ്ദേഹത്തോടാണ് നേർക്കുനേരെ പറയുന്നതെങ്കിലും അത് സമൂഹത്തോട് കൂടിയുള്ള നിർദ്ദേശങ്ങളായിരിക്കും അത് എന്നുള്ളതാണ്. ആ നിലക്ക് ഫൈദാ ഫറഗത്ത ഫൻസബ്, ഇവിടെ ജബ്ബാർ പറയുന്നത് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്തിൽ നിന്നും ഒഴിവായെന്നും പറയില്ല എന്നാണ്. അത് തന്നെയാണ് ഖുർആനിൻ്റെ പ്രത്യേകത. ഇവിടെ ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവായാൽ പിന്നെ മറ്റേ കാര്യത്തിന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് അതോടുകൂടി കഴിഞ്ഞു. ഇവിടെ പറയുന്നത് എന്താണ്, ഫൈദാ ഫറഗത്ത, നീ ഒഴിവായാൽ എന്ന് പറഞ്ഞാൽ നീ ഏർപ്പെട്ടിട്ടുള്ള ഏത് കാര്യത്തിൽ നിന്നായിരുന്നാലും, അത് ചിലപ്പോൾ പ്രബോധന പ്രവർത്തനമാവാം, അല്ലെങ്കിൽ നമസ്കാരമാവാം, അല്ലെങ്കിൽ പിന്നെ സാമൂഹിക പ്രവർത്തനത്തിൽപ്പെട്ടതാവാം, ആരെങ്കിലും സഹായിക്കുന്നതാവാം, വീട്ടുജോലിയാവാം, എന്ത് സംഗതിയാലും പഠനമാവാം, ഇങ്ങനെ ഏത് കാര്യത്തിൽ നിന്ന് വിരമിച്ചാലും ഫൈദാ ഫറഗത്ത ഫൻസബ്, മറ്റൊരു സംഗതിക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ വിശ്രമം എന്നതിന് സ്ഥാനമില്ല എന്നും അയാളുടെ ജീവിതത്തിൽ അയാൾ ഏർപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നൈരന്തര്യമാണ് ഉണ്ടായിരിക്കേണ്ടതെന്നാണ്. കാരണം ഏതൊരു പ്രവർത്തനവും അത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക. അപ്പോൾ ഈ ഇസ്ലാം അത് വിജയിക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് നിരന്തരമായിട്ടുള്ള ശ്രമത്തിലൂടെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു സംഗതി ഇലാ റബ്ബിക ഫർഗബ്, നിൻ്റെ നാഥനിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് ആരിലും, മനുഷ്യരിൽ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളിലായിരുന്നാലും ആരിലും തന്നെ പ്രതീക്ഷ അർപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഏത് കാര്യവും വിജയിപ്പിക്കണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സഹായവും അവൻ്റെ പിൻബലം ഉണ്ടെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിനക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ നൈരന്തര്യം നിലനിർത്തുന്നതോടൊപ്പം, അതായത് ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിരന്തരമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം അള്ളാഹുവിൽ, നിൻ്റെ നാഥനിൽ പ്രതീക്ഷ അർപ്പിക്കാനുള്ളതാണ്. നാഥൻ്റെ സഹായവും പിൻബലവും കൊണ്ട് മാത്രമേ നിനക്കിത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. നിനക്ക് സ്വന്തമായിട്ട് ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. കാരണം മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ പിടുത്തത്തിനാണുള്ളത്. ആ മനുഷ്യ മനസ്സുകളെ അള്ളാഹു യോജിപ്പിച്ചെങ്കിൽ മാത്രമേ അത് യോജിക്കുകയും ഇങ്ങനെയുള്ള ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് അത്തരം ആളുകൾ മാറുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അതിന് സാധ്യമാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ ഒന്ന് അള്ളാഹുവിൽ എല്ലാം അർപ്പിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അതോടൊപ്പം നിരന്തരമായി അള്ളാഹുവിനോട് ഈ സംഗതിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം അവർ ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്ന് തവക്കുലാണ്. തങ്ങൾ ചെയ്യേണ്ട, ഭൗതികമായി ചെയ്യേണ്ട ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങുകയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുകയും ചെയ്തതിന് ശേഷം ബാക്കി കാര്യം അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഈ തവക്കുൽ എന്നത് സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തി ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. അത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഏതൊരു സത്യവിശ്വാസിയോടുമുള്ള നിർദ്ദേശം. അത് തന്നെയാണ് ഫൈദാ ഫറഗത്ത ഫൻസബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഖദറിലുള്ള വിശ്വാസമാണ്. ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചതിൻ്റെ അപ്പുറം യാതൊന്നും വരികയില്ല എന്നുള്ള ഒരു വിശ്വാസിയുടെ ഉത്തമ ബോധ്യമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഖദറും ഹൈന്ദവ സമൂഹത്തിൻ്റെ ഖദറും നമ്മൾ തുലനം ചെയ്താൽ ഇസ്ലാമിൻ്റെ ഖദറാണ് ബുദ്ധിപൂർവകവും അതുപോലെ തന്നെ മനുഷ്യന് ധൈര്യം പകരുന്നതും എന്ന് കാണാൻ കഴിയും.
ഹൈന്ദവ സമൂഹത്തിൻ്റെ ഖദറിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിധി വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ തങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പേരിലാണ് ഈ ഒരു അധസ്ഥിതി ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. അത് നീങ്ങിക്കിട്ടണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. എന്നാൽ സവർണരെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോൾ ശൂദ്രന്മാരായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗമായി വന്നിട്ടുള്ളതിൻ്റെ കാരണം അവർ കഴിഞ്ഞ കാലത്ത് ചെയ്ത കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപ കാരണമാണ്. അതുകൊണ്ട് നമ്മൾക്ക് അവരെ സഹായിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. അവരെ അവഗണിക്കുകയും കഴിയുന്നിടത്തോളം അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാനുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലൂടെയും ഇവരുടെ ഭാവിയിലുള്ള ഏതോ ഘട്ടത്തിൽ ജന്മങ്ങൾ പിന്നെയും എടുത്ത് ഏതൊരു ഘട്ടത്തിൽ ജ്ഞാനം ലഭിക്കുമ്പോൾ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരാന്നുള്ള ആ ഒരു മോക്ഷം, ആ മോക്ഷം അവർക്ക് സിദ്ധിക്കണമെങ്കിൽ നമ്മൾ അവരെ അവഗണിക്കുകയും അവരിന്ന് അകപ്പെട്ടിട്ടുള്ള ഈ അവസ്ഥ അവർ സഹിക്കുകയും ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ സവർണരുടെ കാഴ്ചപ്പാട് കാരണം. എന്നാൽ ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഖദർ വിധിവിശ്വാസം എന്ന് പറയുന്നത് അത് വിശ്വാസിയെ ധൈര്യപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഞാൻ മരിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച സമയത്തെ ഞാൻ മരിക്കുള്ളൂ. ഞാൻ കൊല്ലപ്പെടണമെന്നാണ് അള്ളാഹിൻ്റെ തീരുമാനം. അതിന് അള്ളൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പോ പിമ്പോ ഞാൻ കൊല്ലപ്പെടില്ല. ആ സമയത്തെ കൊല്ലപ്പെടും, അത് കൊല്ലപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ കൈയാളേണ്ടത് എൻ്റെ മാത്രം കാഴ്ചപ്പാടിൻ്റെയും എൻ്റെ ബുദ്ധിയെ അല്ലെങ്കിൽ എൻ്റെ വിജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ടുപോകാൻ പാടില്ല. അത് എന്നെ സൃഷ്ടിച്ച ഭൂതകാല വർത്തമാനങ്ങൾ അറിയുന്ന മനുഷ്യൻ്റെ എല്ലാ സുസ്ഥിതിയും ദുസ്ഥിതിയും അറിയുന്ന അള്ളാഹുവിൽ അവലംബിച്ചുകൊണ്ടാണ് എന്നുള്ള ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസവുമായി ബന്ധപ്പെട്ട ഖദറുള്ള വിശ്വാസമാണ് എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് തന്നെ ഖദറുള്ള വിശ്വാസം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഹിന്ദുക്കളെ സംബന്ധിച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണെങ്കിൽ യുക്തിവാദികളുടെ കാര്യമോ അവരുടെ ഖദറുള്ള വിശ്വാസം, അവർ ഖദറിൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അവരും ഖദറിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. അത് പിന്നീട് നമ്മൾക്ക് വിശദീകരിക്കാം. പക്ഷേ അവർ വിശ്വസിക്കുന്ന വിശ്വാസമാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഖദറിലുള്ള വിശ്വാസത്തെക്കാൾ ഏറ്റവും മോശമായിട്ടുള്ളതും ഒരിക്കലും തലയുരാൻ പറ്റാത്തതുമായ വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു തനി അന്ധവിശ്വാസം കൂടിയാണ്. ഈ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടിട്ടാണ് പിന്നീട് അവർ മുസ്ലിങ്ങളെ ഇതിൻ്റെയൊക്കെ പേരിൽ അവഗണിക്കുകയും അവരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നതാണ് ഇവിടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഈ വൈരുദ്ധ്യത്തിൻ്റെ പിന്നാലെയാണ്, ആ വൈരുദ്ധ്യം നിലനിർത്താനുള്ളത് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യവുമായിട്ടാണ് ഇവർ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് എന്നതാണ് പറയാനുള്ളത്.